അത് മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ മരുന്നിലുണ്ട്, എല്ലാം പറ്റുന്നില്ല. കള്ളുടിച്ചെങ്കിലേ ആ സുഖേട് മാറുള്ളൂ പറഞ്ഞ്. അങ്ങനെ ഒരു ചികിത്സ ഇല്ല. അങ്ങനൊരു ചികിത്സ മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാ ജഅലല്ലാഹു ഫിൽ ഖംരി മിൻ ദവാഇൻ ഇന്നമാ ഹിയ ദാ. മദ്യത്തിൽ അല്ലാഹു തആല എന്റെ ഉമ്മത്തിന് രോഗശാന്തി വെച്ചിട്ടില്ല. മദ്യം യഥാർത്ഥത്തിൽ രോഗം മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മദ്യം കൊണ്ടുള്ള ചികിത്സയില്ല. അതേ സമയത്ത് മറ്റു മാർഗമില്ലാതെ ഈ രോഗം മാറാൻ മദ്യത്തിന്റെ ആൽക്കഹോളിന്റെ അംശം കൂട്ടിയ മറ്റ് പല മരുന്നുകളുടെ കൂട്ടത്തിൽ നിശ്ചിത ശതമാനം കൂട്ടിയ ഈ മരുന്ന് ഉപയോഗിച്ചെങ്കിലേ ആ രോഗം മാറൂ, ഇല്ലെങ്കിൽ ആ രോഗം മാറാൻ നിവൃത്തിയില്ല എന്ന് കണ്ടാൽ അങ്ങനെയുള്ള മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. അത് മദ്യം കൊണ്ടുള്ള ചികിത്സ എന്ന പരിധിയിൽ വരുന്നില്ല. അത് മറ്റു മരുന്നുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി, എന്നാൽ തന്നെ വേറൊരു മരുന്ന് ഇതിന് ചികിത്സയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതില്ല, ഇതുകൊണ്ട് മാത്രമേ മാറൂ എന്ന സാഹചര്യം വന്നാൽ ഓക്കെ. എന്നാലും കള്ളുകൊണ്ട് ചികിത്സിക്കാൻ പറ്റൂല, ആൽക്കഹോളിന്റെ കൂട്ടൽ. ഇപ്പൊ അതല്ല, ഇപ്പൊ ടോണിക്ക് അതിന് മുമ്പൊക്കെ, ഇപ്പൊ ടോണിക്കൊക്കെ മാറ്റി, അതൊക്കെ ആരോഗ്യത്തിന് ഹാനികരാണ്. എന്നിട്ട് പിന്നെ എന്താ ഇപ്പൊ നല്ല അറിയാം, ഇപ്പൊ നല്ല അരിഷ്ടം നാടൻ മരുന്നാണല്ലോ. പക്ഷേ ഇപ്പൊ വരുന്ന പകുതി മുക്കാൽ അരിഷ്ടത്തിലും 65% വരെ ആൽക്കഹോൾ കൂട്ടുള്ളതുണ്ട്. തീപ്പെട്ടി വെച്ചാൽ കത്തുന്ന ജാതി ആൽക്കഹോൾ. അത് ഈ അരിഷ്ടത്തിന്റെ പേരും പറഞ്ഞ് എന്തിനാണത്? ഉന്മേഷത്തിന്, ഉണർവിന്, രക്തം തെളിയാന് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് തൊടാൻ പാടില്ല. കടുത്ത ഹറാമാ. കള്ളു കുടിക്കുന്നതിന് തുല്യാണ്, യാതൊരു മാറ്റമില്ല. മറ്റേ പറഞ്ഞ അങ്ങനെയല്ല. ഈ ഒരു രോഗത്തിന് പരിശോധിച്ചിട്ട് ഡോക്ടർമാർ പറയുന്നു ഈ മരുന്നേ അതിനുള്ളൂ, അല്ലാത്ത മറ്റൊരു മരുന്ന് ഉപയോഗിച്ച് രോഗം മാറാൻ നിവൃത്തി കാണുന്നില്ല. എന്നാൽ തന്നെ മറ്റ് പല മരുന്നുകളുണ്ട്, അക്കൂട്ടത്തിൽ ഇതൊരു ചേരുവയായി മാത്രം ചേർത്തിട്ടുള്ളൂ. ഈ രണ്ട് നിബന്ധന. ശുദ്ധമായ കള്ള് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല, മറ്റിന്റെ കൂട്ടത്തിൽ ചേരുവയായി ഉപയോഗിക്കുകയും ഇതിന് പകരം മറ്റൊരു മരുന്ന് കൊണ്ട് ഈ രോഗം ശിവയാക്കാൻ നിവൃത്തിയില്ല എന്ന് വിശ്വസ്തനായിരിക്കുന്ന ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ അങ്ങനെ കൂട്ടുള്ളത് ഉപയോഗിക്കാം എന്നതൊഴിച്ചാൽ. അപ്പൊ ഹറാമായ മാർഗത്തിലുള്ള ചികിത്സ പാടില്ല. അല്ലാത്ത ചികിത്സ ഇസ്ലാം അനുവദിച്ചതാണ്. അതിപ്പോ നമ്മൾ പറഞ്ഞ ചികിത്സനെ പറ്റിയിട്ടുള്ള അവസരമല്ല നമ്മളെ വിഷയം. ചുരുക്കത്തിൽ രോഗം വരുമ്പോൾ ചികിത്സിക്കുക എന്നത് ക്ഷമക്ക് എതിരല്ല, അത് അള്ളാഹു അനുവദിച്ച മാർഗമാണ്. എന്നാൽ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ അതിന് മാത്രം ഈമാനികമായ ഹിമ്മത്ത് അവനുണ്ടെങ്കിൽ ക്ഷമിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എല്ലാവർക്കും ബാധകമല്ല. ഈമാനികമായി അത്രയും ഹിമ്മത്ത് വേണം. അതായത് ഇടയ്ക്ക് ഇടർച്ച വരരുത്. എന്നാ പിന്നെ അവന് ക്ഷമിച്ചു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ സാധാരണക്കാരായ നമ്മളെ പോലത്തെ ആളുകളൊക്കെ ചികിത്സിക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായ ഈ കാര്യങ്ങളുടെ രോഗസ്ഥിതി ഡോക്ടറോടോ വൈദ്യരോടോ പറയുന്നത് ക്ഷമകേടിൽപ്പെട്ടതാണ്. അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വന്ന ചുരുക്കത്തിൽ രോഗം ചെറുത് വലുത് ഏത് രോഗം വന്നാലും ആ രോഗം കൊണ്ടൊക്കെ നമുക്ക് 3 നേട്ടം അല്ലെങ്കിൽ 1 നേട്ടം. ക്ഷമിച്ചാൽ 3 നേട്ടം: ദോഷം പൊറുക്കപ്പെടുക, ഹസനത്ത് എഴുതപ്പെടുക, ദർജ ഉയർത്തപ്പെടുക. ക്ഷമിക്കുന്നില്ലെങ്കിൽ പോലും ദോഷം പൊറുക്കുക. എന്തായാലും ദോഷം വരൂലല്ലോ. അപ്പൊ രോഗം വരിക എന്നത് മാത്രമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ദുനിയാവിൽ അങ്ങേയറ്റത്തെ മുസീബത്തിൽ കഷ്ടപ്പാടിൽ കുടുങ്ങിയ ആളുകൾ നാളെ മഹ്ശറാ വൻസഭയിൽ വരുമ്പോൾ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കണക്കില്ലാതെ തലക്കുമോളെ കോരിച്ചൊരിയുന്ന പ്രതിഫലം കാണുമ്പോ ആഫിയത്ത് കിട്ടിയ ആളുകൾ ആഗ്രഹിച്ചു പോവും, പടച്ചോനെ നമ്മളെ ശരീരത്തിലുള്ള തൊലികള് കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ കഷ്ണമായിട്ട് വെട്ടിയെടുത്തണമെങ്കിൽ ഞമ്മക്കും കിട്ടുമായിരുന്നല്ലോ ഇങ്ങനെ കൂലി എന്ന് കൊതിച്ചു പോകുമാർ പ്രതിഫലം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് കൊതിക്കണം എന്നാണോ? ഒരിക്കലുമല്ല. രോഗത്തെ ഒരിക്കലും അള്ളാഹുവിനോട് ചോദിക്കാനോ രോഗത്തിനു വേണ്ടി അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കാനോ പാടില്ല. മറിച്ച് ആഫിയത്തിനെ ചോദിക്കാനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ലോകത്ത് അല്ലാഹു തആല ഈമാൻ ഹിദായത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ നിഅമത്ത് ചെയ്തത് കഴിഞ്ഞാൽ തൊട്ടടുത്ത 2ാമത്തെ നിഅമത്താണ് ആഫിയത്ത്. സല്ലല്ലാഹുൽ ആഫിയ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിനോട് രോഗത്തെയും പരീക്ഷണത്തെയും അല്ല ചോദിക്കേണ്ടത്, മറിച്ച് സല്ലല്ലാഹുൽ ആഫിയ, അല്ലാഹുവിനോട് എപ്പോഴും നിങ്ങൾ സൗഖ്യമാണ് ചോദിക്കേണ്ടത്. ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിനെ ചോദിക്കണം. ആഫിയത്തിനേക്കാളും വലുത് മറ്റൊന്ന്. കാരണം മറ്റേ ക്ഷമിച്ചെങ്കിലല്ലേ ഉള്ളൂ. ചിലപ്പോൾ ക്ഷമകേട് വന്ന് ഈമാൻ തന്നെ തെറ്റിപ്പോകാൻ കാരണമാകും. ഹിമ്മത്ത് കുറഞ്ഞവർക്ക് ചിലപ്പോൾ ആത്മഹത്യക്ക് കാരണമായി പോകും. അസഹ്യമായ രോഗം കൊണ്ട് പല നിലക്കുള്ള ചികിത്സയും ചെയ്ത് ഒരു ചികിത്സയും ഫലിക്കുന്നില്ല. നിരാശനായി അവസാനം ഇവൻ എന്ത് ചെയ്യുന്നു? ഒരു കഷ്ണം കയറിലോ അതല്ലെങ്കിൽ അരക്കുപ്പി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കാൻ ഈ ബുദ്ധിമുട്ടിയ ഒരു ദുർബല നിമിഷത്തിൽ അവൻ തീരുമാനിച്ചു പോകുന്നു. അങ്ങനെ ഇവൻ ആത്മഹത്യ ചെയ്തു പോയാൽ, യഥാർത്ഥത്തിൽ ആത്മഹത്യയല്ല, ദേഹഹത്യയാണ്, ഏതാട്ടെ, ഈ സ്വയം ഹത്യ ചെയ്താൽ എത്ര വലിയ കുറ്റാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ അകാരണമായി മനഃപൂർവ്വം കൊലപ്പെടുത്തിയതിന് തുല്യമായ കുറ്റമാണ് ആത്മഹത്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരാൻ നിൽക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനെ, വെറുതെ നിരപരാധിയായ ഒരു മുഅ്മിനായ മനുഷ്യനെ കാരണമൊന്നുമില്ലാതെ അക്രമമായിട്ട് കൊലപ്പെടുത്തിയാൽ, വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ. ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ മനഃപൂർവ്വം മറ്റൊരാൾ കൊലപ്പെടുത്തിയാൽ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ, നരകത്തിൽ ഖാലിദായ താമസമാണ് അവന്. ഖാലിദ് എന്ന് പറഞ്ഞാല് കാലാകാലെന്നോ ദീർഘകാലം എന്നോ ഒക്കെ അർത്ഥം പറഞ്ഞവരുണ്ട്. ഏതായാലും ആട്ടെ, ഖാലിദൻ ഫീഹാ എന്നാണ് അല്ലാഹു തമ്പുരാൻ പറഞ്ഞത്. ഇതൊരു മുഅ്മിനായ മനുഷ്യനെ കാരണം കൂടാതെ കൊല്ല. ഇതിന് സമാനം തന്നെയാണ് സ്വന്തം നഫ്സിനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്ന സ്വയം ഹത്യ. ചിലപ്പോൾ ഗുരുതരമായ രോഗം ബാധിച്ച് സഹിക്കാൻ കഴിയാതെ വരുന്നൊരു ദുർബല നിമിഷത്തിൽ സ്വയം ഹത്യക്ക് മുതിർന്നു പോയാൽ ഈ കുറ്റമാണ് അവൻ പ്രതീക്ഷിക്കേണ്ടത്. ആത്മഹത്യ എന്ന് പറയുന്ന കൊലപാതകമാണ്. സ്വന്തം നഫ്സിനെയാണെന്ന് മാത്രമേ ഉള്ളൂ. കൊലപാതകയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ശിക്ഷയാണ് അവന് പ്രതീക്ഷിക്കാനുള്ളത്. കാഫറാവുന്നൊന്നും നമ്മൾ ഫത്വ കൊടുക്കണ്ട. എങ്കിൽ പോലും വൻദോഷങ്ങളിൽപ്പെട്ട സബ്ഉൽ മൂബിഖാത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, അസ്സിഹ്റു വഖത്ലുൻ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ശർഈയായ കാരണം കൂടാതെ അല്ലാഹു ഹറാമാക്കിയ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്ന സബ്ഉൽ മൂബിഖാത്തിൽപ്പെട്ട ചെയ്തു പോയ എല്ലാ പുണ്യകർമ്മങ്ങളും നിഷ്ഫലമാക്കുമാറുള്ള മഹാദോഷങ്ങളിൽപ്പെട്ടതാണ്. അതിന് വരെ ചിലപ്പോൾ കാരണമായേക്കില്ലേ. അതുകൊണ്ട് തന്നെ രോഗത്തെ ചോദിക്കണ്ട. കാരണം ക്ഷമിക്കാൻ കഴിയോ ഇല്ലേ എന്ന് പറയാൻ കഴിയില്ലല്ലോ. ആഫിയത്തിനെ ചോദിക്കുക. വന്നാലുള്ള അവസ്ഥയാണ് പറയുന്നത്. രോഗം വന്നാൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് സങ്കടങ്ങളും അപരാധികളും പറയാതെ, എന്താണ് അവസ്ഥ, അൽഹംദുലില്ലാഹ് സുഖമുണ്ട്, അൽഹംദുലില്ലാഹ് റാഹത്തുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട് എന്ന നിലക്ക്. ഇത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യം. അള്ളാഹു അവന്റെ മലായികത്തിനെ വിളിച്ചിട്ട് ചോദിക്കും, മലക്കുകളെ, എന്റെ അടിമയെ ഞാൻ രോഗം കൊടുത്ത് അവൻ ഹബ്സ് ചെയ്തു, എന്നിട്ട് അവന്റെ സന്ദർശകരെ സമീപത്ത് വെച്ച് അവൻ എന്നെ സ്തുതിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പറഞ്ഞില്ലേ ദുനിയാവിൽ ഫസാദും രക്തച്ചൊരിച്ചിലും ഉണ്ടാക്കുന്ന ജനങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. കണ്ടോ നിങ്ങൾ, ഞാൻ രോഗം കൊടുത്ത് ഹബ്സ് ചെയ്തിട്ട് ആ രോഗശയ്യയിൽ കടന്നുകൊണ്ട് അവൻ എന്നെ സ്തുതിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇബ്നു ലഹു ബൈത്തൻ ഫിൽ ജന്ന വസമ്മുഹു ബൈത്തുൽ ഹംദ്, അവന് അതിന്റെ പേരിൽ തന്നെ സ്വർഗത്തിൽ നിങ്ങൾ ഒരു ബംഗ്ലാവ് എടുത്തു കൊടുക്കണം, അതിന് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ വീട് എന്ന് പ്രത്യേകം പേര് വെക്കണം. അതിനിപ്പോ ഒരു മുടക്കൂല്ല. ശമ്പളം ഒന്നുമില്ല, നല്ല സുഖാണ്, 5000 ശമ്പളമുണ്ട്, സുഖാണ്, കൊല്ലത്തിൽ 2 വട്ടം ടിക്കറ്റോട് കൂടിയ ലീവുണ്ട്, എന്നാലും എന്തൊക്കെയാ അർത്ഥം, അങ്ങനെ പോണ്. അങ്ങനെ പോണ്. നമ്മളൊരു സംസ്കാരി രോഗിയായി ശയ്യയിൽ കിടക്കുന്ന മനുഷ്യനോട് അടുത്ത സന്ദർശകൻ ചോദിക്കുന്ന എന്താ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് സുഖമുണ്ട്, അൽഹംദുലില്ലാഹ് കുറഞ്ഞു വരുന്നുണ്ട്. ഈ അൽഹംദുലില്ലക്ക് കിട്ടുന്ന അരവാക്കിന്റെ പണിയേ ഉള്ളൂ. കിട്ടുന്നത് സ്വന്തം സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് സ്വർഗത്തിൽ, അതിനൊരു സ്പെഷ്യൽ പേരും ബൈത്തുൽ ഹംദ്.
വന്നാൽ അതാ വേണ്ടത്. എന്നാൽ ഇവരൊക്കെയാണ് പോയി, ആരുമില്ല അടുത്ത്. പിന്നെ നിങ്ങൾ കരഞ്ഞോളി പറഞ്ഞോളി, പടച്ചോനെ എനിക്ക് ബെജ്ജല്ലോ റബ്ബേ, ജിന്നെ ഇങ്ങനെ ഈ കോലത്തിൽ ഇടല്ലേ പടച്ചോനെ, എനിക്ക് ആഫിയത്ത് കൊണ്ട് എന്നോട് ഇത് സഹിക്കാൻ കഴിയൂലല്ലോ എന്നിങ്ങനെ നിങ്ങൾ എല്ലാ സങ്കടവും ആവലാതിയും പറഞ്ഞോളി കേൾക്കുന്ന റബ്ബിനോട്. എന്തൊരു സുഖം ഉണ്ടാവും. ഈ രോഗിയായി കിടക്കുന്ന മനുഷ്യൻ തന്റെ സങ്കടം പറയാൻ വേണ്ടി യാ റബ്ബ് എന്ന് പറയുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ലബ്ബൈക അബ്ദി വസഅദൈക, അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ ഉത്തരം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ലബ്ബൈക അബ്ദി. ആരായി പറയുന്നത്? സർവ്വലോക രക്ഷിതാവാവുന്ന റബ്ബുൽ ഇസ്സത്ത് ഖാലിഖായ റബ്ബ് പറയാണ്. രോഗി രോഗശയ്യയിൽ കിടന്നിട്ട് യാ റബ്ബി എന്ന് വിളിക്കുമ്പോ ലബ്ബൈക അബ്ദി, എന്റെ പ്രിയപ്പെട്ട ദാസ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് സദാ ഞാൻ നിന്റെ മുന്നിലുണ്ട്. എന്താണ് നിനക്ക് വേണ്ടത്? നീ എന്തോ ചോദിച്ചോ ഞാനത് തരിക തന്നെ ചെയ്യും. നിനക്ക് ഇഷ്ടമുള്ളത് നീ ചോദിച്ചോ. ചിലപ്പോ കുറച്ച് സമയമെടുക്കും, അല്ലാഹു പറയാം ബാദഹീൻ, ഇപ്പൊ സമയമെടുത്തെന്ന് വരും, എങ്കിൽ പോലും നിനക്ക് ഇഷ്ടമുള്ളത് നീ ചോദിച്ചോ, ഞാൻ നിനക്ക് തരും. ലബ്ബൈക പറഞ്ഞിട്ട് റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ ഈ അടിമയോട് ഇങ്ങോട്ട് ഉത്തരം പറയും. അപ്പൊ അത് നിങ്ങൾ ഉത്തരം പറഞ്ഞോളി. റബ്ബേ പടച്ചോനെ എനിക്ക് പയ്യല്ലോ, പടച്ചോനെ റബ്ബേ നീ എന്നെ രക്ഷിക്കല്ലാ, നീ എനിക്ക് ആഫിയത്ത്, അത് എത്രയും പറഞ്ഞോളി. പക്ഷെ ആളുകൾ വന്ന് കാണാൻ വന്ന് എന്തൊക്കെയുണ്ട് ഉസ്താദേ, സുഖമില്ലോ, ഒറ്റപ്പൊടി സുഖമില്ല, ഇവിടെ ഊരക്കൊരു വേദന, നടുവിലൊരു കുളത്തിപ്പുടുത്തം, എപ്പോ നോക്കിയാലും ഒന്നല്ലെങ്കിൽ ഒന്നൊരു സുഖമില്ലോ. അത് അള്ളാഹ്ക്ക് പൊരുത്തല്ല. അള്ളാഹുവിനെ പറ്റിയിട്ട് ശിക്കായത്ത് പറയുകയാണ് അള്ളാഹുവിന്റെ അടിയാറുകളോട്, അത് പറയരുത്. ഇതാണ് ഇപ്പൊ ക്ഷമകേട് അറിയുന്നത്. ഇപ്പൊ പടപ്പുകളോട് സങ്കടം പറയാതെ, ആവശ്യമെങ്കിൽ ഡോക്ടർമാരോട് രോഗവിവരം പറയുന്നതിനെ പറ്റിയല്ല, സങ്കടവും പരാതിയും പറയാതെ എല്ലാം റബ്ബിനോട് പരമാവധി തുറന്നു പറഞ്ഞാൽ ദുന്യാവിന് നമുക്ക് പോകണം. ഇനി ഒന്നുമില്ല, ഇങ്ങനെ നിരങ്ങുന്നുണ്ട്, അത് തസ്ബീഹായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനോട് എഴുതിക്കുകയാണ്. തസ്ബീഹായിട്ട് അതിനൊന്നും കേടില്ല, അതൊക്കെ അള്ളാഹുവിന്റെ മുന്നിലാണ്.